അവര് ചെയ്യുന്നത് ചെയ്തോട്ടെ. ഈ മമ്മി എന്തിനാ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നേ? ഗാഥ മാഡം, സിത്താര മാം അവിടെ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? ഒന്ന് അടങ്ങി നിൽക്ക്. നിങ്ങൾ തമ്മിൽ മാറാനുള്ളൊരു സമയം സിത്താര മാം നോക്കി വെച്ചിട്ടുണ്ട്. അതുവരെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. പരസ്പരം കഴുത്തെ ചാർത്തിക്കൊള്ളുക. ചാർത്തു മോളെ. മോളെ മാല ഇട്ടോളൂ. അന്ന് വിവാഹം നടന്നപ്പോ കൃത്യമായിട്ട് മണ്ഡപത്തിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും പറ്റിയില്ല. ഇപ്പോഴല്ലേ ഇങ്ങനെ അടുത്ത് നിന്ന് ലൈവായിട്ട് കാണുന്നത്. ഇത്രയൊക്കെ ചടങ്ങുകളായില്ലേ, ഒരു തവണ പൂജാക്കളത്തിന് വല്ലം വെച്ചോളൂ. ഇത്രയും നാളും നവീൻ കെട്ടിയ താലി കഴുത്തുനിന്ന് മാറ്റാതെ അവള് സൂക്ഷിച്ചു. ഇനിയിപ്പോ സംശയിക്കാനൊന്നുമില്ല. അവളും നവീനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. മാം, ഞാനിപ്പോ വരാം. ഗാഥ മാഡം, അകത്തേക്ക് കേറോ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇങ്ങ് വന്നേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനാണോ ഞാൻ ഇത്രയും കാലം ജീവിച്ചേ? ആ, അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചോളൂ. അച്ഛാ ഇങ്ങോട്ട് വാ. കഥ മോളെ കണ്ടോ, നീ നവീൻ ഒരിക്കൽ കൂടി നിന്റെ കഴുത്തിൽ താലി കെട്ടിയ കണ്ടോ? അത് നീ ആരാധിക്കുന്ന ദൈവങ്ങൾ അത് സ്വീകരിച്ചിരിക്കുന്നു എന്നല്ലേ? എന്റെ മോനെ വിട്ട് ഇനി പോകരുത്. അത് ദൈവം നിന്നെയാ. ഇതെന്താ അച്ഛനും മോളും കൂടി ഒരു രഹസ്യം? എന്നോടും കൂടി പറ. അതെങ്ങനെ പറ്റും? ഞങ്ങൾ ഇതിന്റെ കുറ്റം പറയില്ലായിരുന്നു. ആ ആണോ? എന്നാ പിന്നെ നടക്കട്ടെ. ഒന്നിവിടെ നിക്കാനല്ലേ പറഞ്ഞത്? മമ്മി, എനിക്ക് ഇങ്ങോട്ട് പോണം. ഒരു കാരണവശാലും ഇപ്പൊ അങ്ങോട്ട് വരാൻ പാടില്ല. സിത്താരാമ്മയുടെ എവിടെ? വന്നീ കുട്ടികളെ അനുഗ്രഹിക്കാൻ പറയൂ. മോൾ അങ്ങോട്ടേക്ക് വന്നേക്കരുത്. ഞാൻ അനുഗ്രഹിക്കത്തൊന്നുമില്ല. സിനി നോക്കിക്കോണേ. വിട്ടു അങ്ങോട്ട്. കഥ വാ കഥ.
നല്ലത് വരട്ടെ രണ്ടുപേർക്കും. ഗാഥ മാഡം, ഗാഥ മാഡം എന്താ ഈ കാണിക്കുന്നെ? ഗാഥ മാഡം തല തല്ലി പൊളിക്കാൻ പോവാണോ? നെറ്റി എങ്ങാനും പൊട്ടിയാലുണ്ടല്ലോ കൃഷ്ണയ്ക്ക് പകരം ഒരിക്കലും ഗാഥ മാഡത്തിന് പോവാൻ പറ്റില്ല. അന്ന് നടന്ന ഓർമ്മയുണ്ടല്ലോ, അതുപോലെ സംഭവിക്കും. മോളെ മോനെ ആ മോളെ ആ കൊടുക്ക സിത്താരെ, ഇതൊക്കെ നമ്മൾ അമ്മമാർക്ക് കിട്ടുന്ന ഓരോ അവകാശങ്ങളാ. അവര് ചെയ്യുന്നത് ചെയ്തോട്ടെ. ഈ മമ്മി എന്തിനാ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നെ? ഗാഥ മാഡം, സിത്താര മാം അവിടെ ഏത് അവസ്ഥയിലാ നിൽക്കുന്നതെന്ന് അറിയാമോ? ഒന്ന് അടങ്ങി നിക്ക്. നിങ്ങൾ തമ്മിൽ മാറാനുള്ളൊരു സമയം സിത്താര മാം നോക്കി വെച്ചിട്ടുണ്ട്. അതുവരെ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഇനി തരും. അല്ല, ഇനിയിപ്പോ നമുക്ക് ഭക്ഷണം കഴിക്കൂലേ? അതിനെന്താ മാണിക്കുഞ്ഞെ, നമുക്ക് കഴിച്ചേക്കാം. ഒരാളുടെ കുറവുണ്ടല്ലോ സിത്താരെ. പെട്ടെന്ന് തൊട്ടടുത്ത് നിന്നൊരാളെ കാണാതെ വരുമ്പോ ചോദിക്കാതെ പറ്റില്ലല്ലോ. അതേച്ചാ, കുറെ നേരമായിട്ട് സിനിയെ കാണുന്നില്ല, ഞാനും കരുതി. സിനിയുടെ കാര്യമാണോ ഉദ്ദേശിച്ചേ? ഹ, സിനിയല്ലാതെ വേറെ ആരാ സിത്താരയുടെ കൂടെയുള്ളത്? അതിപ്പോ വേറെ ഇല്ല. എന്നാലും പെട്ടെന്ന് സംസാരത്തിന്റെ രീതിയൊക്കെ കേട്ടപ്പോ അമ്മയോട് നമ്മൾ കുറച്ചുകൂടി വൈകുമെന്ന് പറയാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ. താനത്തൊന്നും മിണ്ടാതെ നിൽക്കുന്നത്. അത് പിന്നെ ഞാൻ ഹലോ മാഡം, ഈ വിവാഹ നിശ്ചയം, വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞാലേ ഇങ്ങനെ ചുമ്മാ അടുത്ത് നിന്നാ മാത്രം പോരാ.